നല്ല പൂ പോലെ സോഫ്റ്റായ ഇറച്ചിപ്പത്തലാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് ഞങ്ങളുടെ ഭാഗത്തൊക്കെ നരിപ്പടം എന്നും പറയും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ 1 കപ്പ് ബാസ്മതി റൈസാണ് കുതിർത്ത് കഴുകിയെടുത്തിട്ടുള്ളത്. ഒരു 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത ബാസ്മതി റൈസാണിത്. ഈ 1 കപ്പിൻ്റെ അളവിൽ, അതായത് 240 മില്ലി കപ്പിൻ്റെ അളവിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതിക്ക് പകരം ജീരകശാലയോ അല്ലെങ്കിൽ കയമയോ യൂസ് ചെയ്യാം. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർക്കാം. 1 കപ്പ് റൈസിന് 2 മുട്ടയാണ് വേണ്ടത്. 1/2 കപ്പ് റൈസാണ് എടുക്കുന്നതെങ്കിൽ 1 മുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാലിന് നല്ല കട്ടി ഉണ്ടായിരിക്കണം, നേർത്ത പാൽ ചേർക്കരുത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരയണം. ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടി ഈ അരിയിലേക്ക് ഒഴിക്കാം. ഈ മാവ് വളരെ നേർത്തിട്ടാണ് ഉണ്ടാവേണ്ടത്. വെള്ളം പോലെ ഉണ്ടാവണം, ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. എങ്കിലേ നമ്മുടെ ഇറച്ചിപ്പത്തൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മിനിഞ്ഞാന്ന് ചിക്കൻ റോളിന് വേണ്ടിയിട്ട് കാണിച്ച സെയിം മസാലയാണ്. അല്ലെങ്കിൽ സമൂസയുടെ മസാല ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ചിക്കനോ ബീഫോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഞാൻ ഇറച്ചിപ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. സ്റ്റീൽ പ്ലേറ്റ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ പശുവിൻ നെയ്യ് ഒഴിച്ച് ഈ പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഈ പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ചേർക്കാം. ഞാൻ ഏകദേശം 1.5 കപ്പോളം ചിക്കൻ മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മസാല നല്ലോണം ഉണ്ടെങ്കിൽ ഇറച്ചിപ്പത്തൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ലോണം മസാല ചേർത്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് മസാല ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തോളും. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കിത് വേവിക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തോളും നമ്മൾ ഈ ആവിയിൽ വേവിക്കുന്ന സാധനങ്ങളൊക്കെ. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇറച്ചിപ്പത്തലിലൂടെ വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ സൂക്ഷിച്ച് മാറ്റുക, ചിലപ്പോൾ പൊട്ടിപ്പോകും. അത്രയും സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൂ പോലെയുള്ള ഇറച്ചിപ്പത്തൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സോഫ്റ്റാണിത്. നമ്മൾ വായിലിടുമ്പോൾ തന്നെ ഇതിലുള്ള മാവ് അലിഞ്ഞു പോവും. ഈ മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെമ്മീൻ മസാലയും ബീഫ് മസാലയും ഒക്കെ ഇതിൽ ചെയ്യാം. അതുപോലെ സ്വീറ്റായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇറച്ചിപ്പത്തൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക്